Hello my dear students. In the portfolio risk and portfolio return measurement problems okay, the portfolio risk measurement. Okay, investment point of view risk measure statistical tools normally variance and standard deviation. Okay, and portfolio risk portfolio risk measure statistical tools covariance method അല്ലെങ്കിൽ കോവേരിയൻസും രണ്ടാമത്തേത് പറയുന്നത് എന്താണ് കോറിലേഷൻ ആണ്. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് നോർമലി എന്ത് ചെയ്യാറ് പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നതാണ് കോവേരിയൻസ് മെത്തേഡ്. ഓക്കെ, കോവേരിയൻസ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാം. ഓക്കെ, അതിന്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. എന്താണ് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സിഗ്മ rx minus rx bar into ry minus ry bar all divided by n. Okay, here x and y എന്ന് പറയുന്നത് രണ്ട് സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, x and y എന്ന് പറയുന്നത് രണ്ട് സെക്യൂരിറ്റി ആണ്. then rx എന്ന് പറയുന്നത് x എന്ന് പറയുന്ന സെക്യൂരിറ്റിയുടെ റിട്ടേൺ, that is rx. okay, return on security x, that is rx. okay, then rx bar എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. rx bar x bar is equal to നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ വരികയാണെങ്കിൽ മീൻ അരിത്മെറ്റിക് മീൻ x bar is equal to എന്തിനാണ് ഡിനോട്ട് ചെയ്യാം? എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് ഡിനോട്ട് ചെയ്യുക അല്ലേ. ഇവിടെ എന്തായിരിക്കും? അപ്പോൾ rx bar എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി x, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ x. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, then next പറയുന്നതാണ് ry minus ry bar. പറയണ്ടല്ലോ ഇവിടെ സെക്യൂരിറ്റി x ആണ്, അവിടെ എന്താണ് സെക്യൂരിറ്റി y ആണ്. ഓക്കെ, ry is equal to എന്താണ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി y. ഓക്കെ, ry bar is equal to എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി y. ഓക്കെ, അപ്പോൾ x bar എന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അരിത്മെറ്റിക് മീൻ x bar എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, മീനാണ്. മീൻ എന്തിനാണ്? ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ വരികയാണെങ്കിൽ മീൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. ഓക്കെ, അവിടെ എന്താ പറയുക ഇക്വേഷൻ ഒന്നുകൂടി നോക്കുക. കോവേരിയൻസ് ബിറ്റ്വീൻ x and y is equal to sigma into rx minus rx bar into ry minus ry bar all divided by n. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ഇതാണ് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഒരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്താണ് ആ പോർട്ട്ഫോളിയോയിൽ ഹൈ റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് കോവേരിയൻസ് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? എന്താണ് ആ പോർട്ട്ഫോളിയോയിൽ മോർ റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ആ പോർട്ട്ഫോളിയോ എന്താണ് ലെസ് റിസ്കി പോർട്ട്ഫോളിയോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് കോവേരിയൻസ് പോസിറ്റീവ് ആണെങ്കിൽ ആ രണ്ട് ഇപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് അല്ലേ, ആ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ആ രണ്ട് സെക്യൂരിറ്റീസ് എന്താണ് മൂവ് ചെയ്യുന്നത് വേരി ചെയ്യുന്നത് എന്താണ് സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, ഇഫ് ദ റിട്ടേൺസ് ഓഫ് ദി ടു സെക്യൂരിറ്റീസ് മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ കൺസിസ്റ്റന്റ്ലി ദ കോവേരിയൻസ് വുഡ് ബി പോസിറ്റീവ്. ഓക്കെ, രണ്ട് സെക്യൂരിറ്റിയും ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിലാണ് കോവേരിയൻസിന്റെ വാല്യൂ എന്ത് കിട്ടുന്നത്? പോസിറ്റീവ് വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, രണ്ട് സെക്യൂരിറ്റീസ് മൂവ് ചെയ്യുന്നത് എന്താണ് പോസിറ്റീവ് ട്രെൻഡിലാണെങ്കിൽ, ഓക്കെ രണ്ടും ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ കിട്ടുന്ന കോവേരിയൻസ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ് റിസ്ക് കൂടുതലുള്ളതാണ്. ഇപ്പൊ രണ്ടും ഒരേ രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ടും എന്താണ് ബിയറിഷ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. രണ്ടും ബിയറിഷ് ട്രെൻഡിലാണ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രണ്ട് ലോസ്. ഇപ്പോൾ രണ്ട് ബിയറിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലോസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രൈസ് എന്താണ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഇൻവെസ്റ്റർ കനോട്ട് കോമ്പൻസേറ്റ് ദ ലോസ് വേറൊരു സെക്യൂരിറ്റി ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ ഈ സെക്യൂരിറ്റീനെ ഇപ്പോൾ ഈ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്താണ് റിസ്കി ആണെന്ന് പറയുന്നത്. ഓക്കെ, ഹയർ റിസ്കി ആണെന്ന് പറയുന്നത്. കോവേരിയൻസ് പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ് റിസ്കി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിസ്കി പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, കോവേരിയൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് അവിടെ ആ പോർട്ട്ഫോളിയോ ലെസ് റിസ്കി പോർട്ട്ഫോളിയോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഒന്ന് കൂടുതലും ഒന്ന് പോസിറ്റീവ് ട്രെൻഡും ഒന്ന് നെഗറ്റീവ് ട്രെൻഡും ആണെങ്കിൽ എന്താണ് ആ നെഗറ്റീവ് ട്രെൻഡിലുള്ളതിനെ എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ട്രെൻഡിലുള്ള ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ആ റിസ്ക് കമ്പാരിറ്റീവ്ലി എന്താണ് കുറവാണ് എന്ന് അവിടെ പറയുന്നത്. വേരിയൻസ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ പോർട്ട്ഫോളിയോ റിസ്ക് എന്താണ് കുറവാണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു കൺക്ലൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേരാൻ പറ്റണം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ ക്വസ്റ്റ്യൻ നോക്കുക. The return of two securities X and Y for 4 years period is given below. Okay, 4 വർഷത്തെ രണ്ട് സെക്യൂരിറ്റീസിന്റെ റിട്ടേൺസ് ആണ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുക, ഇയേഴ്സ് റിട്ടേൺ എക്സ് ആൻഡ് വൈ വന്നിട്ടുണ്ട്. 4 വർഷത്തെ റിട്ടേൺ ആണ്. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ എക്സിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 10 ആണ്, വൈയുടെ 17, സെക്കൻഡ് ഇയറിൽ 12, 13, തേർഡ് ഇയറിൽ 16, 10, ഫോർത്ത് ഇയറിൽ 18, 8. ഓക്കെ, അപ്പോൾ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു രണ്ട് സെക്യൂരിറ്റി എക്സ് ആൻഡ് വൈ തന്നെയാണല്ലോ. ഓക്കെ, സിഗ്മ എക്സ് മൈനസ് ആർ എക്സ് മൈനസ് ആർ എക്സ് ബാർ ഇൻറ്റു ആർ വൈ മൈനസ് ആർ വൈ ബാർ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം നോക്കുക. ഇവിടെ ആർ എക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എക്സിന്റെ ഈ റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. ദെൻ ആർ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. ഓക്കെ, ആർ എക്സ് ബാർ എത്രയാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ആർ വൈ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ടേബിൾ ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ആർ വൈ ബാർ അതും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, n is equal to 3 ഒബ്സർവേഷൻ 3. ഓക്കെ, ഇവിടെ n is equal to എത്ര വർഷം, 4 വർഷത്തെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ n is equal to 4 ആണ്. ഓക്കെ, ഇവിടെ ആർ എക്സ് ബാർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ആർ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, എക്സിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, റിട്ടേണിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം എങ്ങനെയാണ് ഇതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ ആർ എക്സ് ബൈ എൻ അല്ലേ ചെയ്താൽ മതിയില്ലേ. ഓക്കെ, സിഗ്മ ആർ എക്സ് ബൈ എൻ ഓർ സിഗ്മ എക്സ് ബൈ എൻ എഴുതാൻ മതി. ഓക്കെ, സിഗ്മ എക്സ് ബൈ എൻ ചെയ്യാം. ഓക്കെ, സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുമ്പോൾ എക്സ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 10, 20, 30, 40, 50, 56 വരും. ഓക്കെ, എക്സിന്റെ ടോട്ടൽ 56 വരും. ദെൻ ഇവിടെ വൈൻ്റെ ടോട്ടൽ 10, 20, 30, 40, 48 വരും. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ സിഗ്മ എക്സ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ ആർ എക്സ് ബാർ കിട്ടും. ദെൻ സിഗ്മ വൈ ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആർ ബൈ ബാർ കിട്ടും. ഓക്കെ, അപ്പൊ സിഗ്മ എക്സ് ബൈ എൻ ഇസ് ഈക്വൽ ടു എത്ര വരും, 56 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു എത്ര വരും, 14. ഓക്കെ, 14 വരും. ഓക്കെ, ദെൻ അതേപോലെ ആർ ബൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ബൈ ബാർ ഇസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്, 1, 2. ഓക്കെ, ഇവിടെ ആർ എക്സ് ബാറും കിട്ടി, ആർ വൈ ബാറും കിട്ടി. ഓക്കെ, ഇനി ആർ എക്സ് മൈനസ് ആർ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ ആർ വൈ മൈനസ് ആർ വൈ ബാർ കാൽക്കുലേറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഈ ടേബിളിനൊന്ന് മാറ്റി വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ആർ എക്സ് ബാറും ആർ വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പുതിയ കോളംസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് കോളംസ്, ഒന്ന് ആർ എക്സ് മൈനസ് ആർ എക്സ് ബാർ എന്ന് പറയുന്ന കോളം കാണിക്കണം. ദെൻ അതേപോലെ ആർ വൈ മൈനസ് ആർ വൈ ബാർ എന്ന് പറയുന്ന കോളം കാണിക്കണം. ദെൻ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിന്റെ സം എടുക്കണം. ഓക്കെ, അതാണ് അതിന് ന്യൂമറേറ്റർ ആയിട്ട് കാണിക്കുന്നത്. n is equal to number of years, എത്രയാണ്, 4 വർഷത്തെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ n 4 ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ടേബിൾ ഞാൻ മാറ്റി വരച്ചിട്ടുണ്ട്. നോക്കുക, ഇയർ 1, 2, 3, 4 കാണിച്ചു. ദെൻ ആർ എക്സ് ക്വസ്റ്റ്യൻ പകർത്തി വെച്ചിട്ടുണ്ട്. ദെൻ ഡീവിയേഷൻ ആണ് ആർ എക്സ് മൈനസ് ആർ എക്സ് ബാർ. ദെൻ ആർ വൈ എഴുതി വെച്ചിട്ടുണ്ട്, ആർ വൈ മൈനസ് ആർ വൈ ബാർ. ഈ ആർ എക്സ് മൈനസ് ആർ വൈ ബാറിനെയാണ് എന്താ പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഡീവിയേഷൻ 1 ദെൻ ഡീവിയേഷൻ 2 ആണ്. ഡീവിയേഷൻ ആണ് ആക്ച്വൽ റിട്ടേണിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തിരിക്കും, ദാറ്റ് ഈസ് റിസ്ക്. ഓക്കെ, അതാണ് അപ്പോൾ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആർ എക്സ് ബാർ നമുക്കറിയാം, ഓൾറെഡി കണ്ടക്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ആർ എക്സ് ബാർ എന്തായിരുന്നു, ആർ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു, ആർ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 14 ആയിരുന്നു. ദെൻ ആർ വൈ ബാർ ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു, 12 ആയിരുന്നു.
ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അങ്ങനെ മാറ്റി എഴുതാം. Rx മൈനസ് ആർ എക്സ് ബാർ. ഓക്കെ, ആർ എക്സ് എന്ന് പറയുന്നത് 10 ആണ്, ആർ എക്സ് ബാർ എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, അതേപോലെ ഓരോന്നും ചെയ്യാം. 14 then 16 minus 14, 18 minus 14, that is equal to minus 4 minus 2 then 2 4. ഓക്കെ, അതേപോലെ ആർ വൈ ബാറും ഡീവിയേഷൻ ചെയ്യാം. ഓക്കെ, ആർ വൈ ബാർ എത്രയാണ്? 12 ആണ്. ഓക്കെ, അപ്പോൾ ആർ വൈ മൈനസ് 12. ഓക്കെ, എത്ര വരും? 17 minus 12 is equal to 5. 13 minus 12 is equal to 1. 10 minus 12 is equal to minus 2. Then 8 minus 12 is equal to minus 14. Okay, next column കാണിക്കുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ്, രണ്ട് ഡീവിയേഷനും പ്രൊഡക്റ്റ്. അപ്പോൾ ഹെഡിങ് കാണിക്കുക പ്രൊഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ്. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ്. ഇത് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക? എ എന്ന് കാണിച്ചോ, ഇതിന്റെ എന്ത് ചെയ്യുക? ബി എന്ന് കാണിച്ചു. ഓക്കെ, എ ഇൻറ്റു ബി എന്ന് കാണിക്കും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 4 ഇൻറ്റു 5 മൈനസ് 20, then minus 2 into 1 minus 2, then 2 into minus 2 minus 4, 4 into minus 4 minus 16. ഓക്കെ ആണല്ലോ. പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എത്ര വരും? 20, 22, 26, 36, 42 വരും. ഓക്കെ, മൈനസ് 42 വരും, മൈനസ് 42. ഓക്കെ, ഇവിടെ എന്ത് കിട്ടി? സിഗ്മ ആർ എക്സ് മൈനസ് ആർ എക്സ് ബാർ ഇൻറ്റു ആർ വൈ മൈനസ് ആർ വൈ ബാർ കിട്ടി. അതിനെന്ത് ചെയ്യണം? കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ഇത്രയും ഭാഗമാണ് എന്ത്? മൈനസ് 42. ഓക്കെ, ദെൻ n is equal to 3 ആണ്. n is equal to 3 ഇയേഴ്സിനെയാണ് 4 വർഷത്തെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, 4 is equal to എത്ര വരും? 10.5 വരും. മൈനസ് ഫിഗർ ആണ്. ഓക്കെ, മൈനസ് 10.5 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? കോവേരിയൻസിന്റെ കാര്യം എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 10.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോവേരിയൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ലെസ് റിസ്കി പോർട്ട്ഫോളിയോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, രണ്ട് സെക്യൂരിറ്റീസ് മൂവ് ചെയ്യുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ലെസ് റിസ്കി പോർട്ട്ഫോളിയോ ആണെന്ന് നമുക്ക് എന്ത് ഈ രണ്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോനെ പറയാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാനുള്ള രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആയിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പോർട്ട്ഫോളിയോ റിസ്ക് മെഷർ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നോക്കുക. എന്താണ്? ആർ എക്സ് ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലേ? correlation coefficient between x and y is equal to covariance between x and y divided by sigma x into sigma y. ഓക്കെ, അപ്പോൾ അവിടെ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? കോവേരിയൻസ് ബിറ്റ്വീൻ x and y is equal to sigma rx minus rx bar into ry minus ry bar divided by whole divided by n. Okay, നോക്കുക. Covariance between x and y is equal to sigma rx minus rx bar into ry minus ry bar whole divided by n. Okay, അപ്പോൾ ഈ കേസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ആദ്യം കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിനെ എന്ത് ചെയ്യുക? രണ്ട് സെക്യൂരിറ്റീസിന്റെയും റിട്ടേൺഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതിന്റെ പ്രൊഡക്റ്റ് ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ, ഇത്രയാണ് ഈ കോറിലേഷൻ മെത്തേഡിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ കോറിലേഷൻ മെത്തേഡും കോവേരിയൻസ് മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ കോവേരിയൻസ് മെത്തേഡിൽ ഒരു അബ്സല്യൂട്ട് മെഷർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ ആ കോവേരിയൻസ് മെത്തേഡിനെ ഒന്നുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത്? കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ പോസിബിൾ ആണ്. ഓക്കെ, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് കോവേരിയൻസിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വേർഷൻ ആണെന്ന് പറയുന്നത്. കോറിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോറിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പാരിസൺ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും അല്ലേ? നോർമലി നമുക്കറിയാം എന്താണ്
കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1ന്റെയും +1ന്റെയും ഇടയിലായിരിക്കും. ഓക്കെ, -1 ആണ് വാല്യൂ കിട്ടുന്നതെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ മീൻസ് എന്താണ്, ലെസ് റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, രണ്ട് സെക്യൂരിറ്റീസും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, എന്നാൽ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഹൈ റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, എന്നാൽ ക്ലോസർ ടു 0 അടുത്ത് കിടക്കുന്ന ഒരു ഫിഗർ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുക, റിട്ടേൺസ് ആർ ഇൻഡിപെൻഡന്റ്. ഓക്കെ, റിട്ടേൺസ് എന്താണ് ഇൻഡിപെൻഡന്റ് ആണ്, യാതൊരു ബന്ധമില്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് പറ്റണം. അത് റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണോ, ലെസ് റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണോ, ആ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എത്തിച്ചേരാൻ പറ്റണം. ഓക്കെ, അതിന്റെ വാല്യൂ, കോറിലേഷന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കോറിലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് RxY is equal to covariance between x and y divided by sigma x into sigma y. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. The return and expected return of stock X and stock Y for 2 periods is given below. Okay, ടേബിൾ ഫോമിൽ കാണിച്ചിട്ടുണ്ട്. രണ്ട് സ്റ്റോക്കിന്റെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് സ്റ്റോക്കിന്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് പീരീഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് പീരീഡിൽ സ്റ്റോക്ക് എക്സിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 7 ആണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 9 ആണ്, വൈന്റെ 39. ഓക്കെ, സെക്കൻഡ് പീരീഡിൽ എക്സിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 11, എക്സ്പെക്റ്റഡ് റിട്ടേൺ 9, വൈന്റെ റിട്ടേൺ 5, എക്സ്പെക്റ്റഡ് റിട്ടേൺ 9. Okay, question വെച്ചിരിക്കുകയാണ്. Calculate covariance and correlation about the stock X and Y if the standard deviation of the stocks are 2 and 4 respectively. രണ്ട് സ്റ്റോക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 and 4 ആണെങ്കിൽ കോവേരിയൻസും കോറിലേഷനും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം കോവേരിയൻസിന്റെ ഇക്വേഷൻ അറിയാം, കോറിലേഷൻ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, ഇവിടെ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പോൾ ടേബിൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, റിട്ടേൺ RX മൈനസ് RX ബാർ, RY മൈനസ് RY ബാർ. ഓക്കെ, ഡീവിയേഷൻസ് ആണ്. ഓക്കെ, ഇതിൽ RX ബാർ ആണ് തന്നിട്ടുള്ളത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, RX ബാർ എന്ന് പറയുന്നത് എത്രയാണ്, 9 ആണ്. എല്ലാ കേസിലും 9 തന്നെയാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന്റെ ഡീവിയേഷൻ എടുക്കുക. RX മൈനസ് RX ബാർ എന്ന് പറയുമ്പോൾ 7 മൈനസ് 9 is equal to -2 വരും. Then 11 മൈനസ് 9 is equal to 2 വരും. ശരിയല്ല, -2 2 വരും. ഓക്കെ, രണ്ട് ഇയറിലും തന്നെയാണ് പറയുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ 9 തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ വൈന്റെ കേസിലും എക്സ്പെക്റ്റഡ് റിട്ടേൺ 9 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 13 മൈനസ് 9 is equal to 4. Then 5 minus 9 is equal to -4. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അതിന്റെ പ്രൊഡക്റ്റ് ചെയ്യുക അല്ലേ. ഇവിടെ E എന്ന് കാണിക്കാം, then ഇവിടെ എന്ത് ചെയ്യാം, B എന്ന് കാണിക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഡീവിയേഷൻ. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഡീവിയേഷൻ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, A into B എന്ന് കാണിക്കാം. ഓക്കെ, -2 into 4 -8, 2 into -4 -8. ശരിയല്ലേ. അതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -16 എന്നുള്ളത്. ഓക്കെ, -16. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പൊ അതിന്റെ സിഗ്മ RX മൈനസ് RX ബാർ ഇൻറ്റു RY മൈനസ് RY ബാർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അതിനെന്ത് ചെയ്യണം, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ കിട്ടും. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ് അല്ലെ. രണ്ട് പീരീഡ് അല്ലാന്നുള്ളത് ഇവിടെ -16 ഡിവൈഡഡ് ബൈ 2 is equal to -8 വരും. ഓക്കെ, അപ്പോൾ കോവേരിയൻസ് എത്ര വരും, -8 വരും. ഓക്കെ, കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് -8 വരും. ഇനി കോറിലേഷൻ ആണ്. കോറിലേഷൻ is equal to RxY. ഓക്കെ, RxY is equal to covariance between x and y divided by sigma x into sigma y. Sigma x ഉം sigma y ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, -8. കോവേരിയൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗ്മ എക്സ് എത്രയായിരുന്നു, സിഗ്മ എക്സ് 2 ആണ്. ഓക്കെ, സിഗ്മ വൈ 4 ആണ്. ഓക്കെ, -8 ഡിവൈഡഡ് ബൈ
8 is equal to -1. സിമ്പിൾ ആണല്ലോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് -8ഉം RXY കോറിലേഷൻ എന്ന് പറയുന്നത് എത്ര വരും? കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് -1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലേ? എന്ത് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുക? ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് -1 ആണ്. ഓക്കെ, കോറിലേഷൻ എന്ന് പറയുന്നത് -1 ആണ്, which means that there exists a perfect negative correlation between two securities. ഓക്കെ, രണ്ട് സെക്യൂരിറ്റി ഇവിടെ -1 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ദ ഓവറോൾ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് നിൽ. ഓക്കെ, ഓർ നെഗ്ലിജിബിൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, റിസ്ക് ഇല്ലാതെ തന്നെ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലിജിബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അവഗണിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാൻ പറ്റും. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത് നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ടെക്സ്റ്റിന്റെ ബാക്കിൽ 2-3 പ്രോബ്ലംസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്ക് കവർ ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു.